നമസ്കാരം. എല്ലാവർക്കും മലയാള ദീപം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് UGC നെറ്റ് 2015 ഡിസംബർ മാസം നടത്തിയ മലയാളം പേപ്പർ 2 ചോദ്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 19 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 20ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. പട്ടിക 1, SNDP യോഗവും ആശാനും, കേരള പാണിനി, കാശ്യപാശ്രമം, വേടക്കിടാത്തൻ. പട്ടിക 2, അച്ഛനും മകളും, ഭക്തിദീപിക, പ്രരോദനം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, പിങ്കള. ശരിയായ ഉത്തരം A4, B3, C1, D2. SNDP യോഗവും ആശാനും, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കേരള പാണിനി, പ്രരോദനം, കാശ്യപാശ്രമം, അച്ഛനും മകളും, വേടക്കിടാത്തൻ, ഭക്തിദീപിക. SNDP യോഗവും ആശാനും, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കേരള പാണിനി, പ്രരോദനം, കാശ്യപാശ്രമം, അച്ഛനും മകളും, വേടക്കിടാത്തൻ, ഭക്തിദീപിക. ചോദ്യം നമ്പർ 21, ചേരുംപടി ചേർക്കുക. പട്ടിക 1, A തൽപ്പം, B ലീല, C ആദം, D കിടപ്പറ സമരം. പട്ടിക 2, 1 S ഹരീഷ്, 2 PV ഷാജികുമാർ, 3 R ഉണ്ണി, 4 സുഭാഷ് ചന്ദ്രൻ, 5 സന്തോഷ് എച്ചിക്കാനം. ശരിയായ ഉത്തരം A4, B3, C1, D2. A4, B3, C1, D2. തൽപ്പം സുഭാഷ് ചന്ദ്രൻ, ലീല R ഉണ്ണി, ആദം S ഹരീഷ്, കിടപ്പറ സമരം PV ഷാജികുമാർ. തൽപ്പം സുഭാഷ് ചന്ദ്രൻ, ലീല R ഉണ്ണി, ആദം S ഹരീഷ്, കിടപ്പറ സമരം PV ഷാജികുമാർ. ചോദ്യം നമ്പർ 22, കുഞ്ഞുണ്ണി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തി കൈകാര്യം ചെയ്തിരുന്നത് ഏത് പേരിലാണ്? കുട്ടേട്ടൻ. കുഞ്ഞുണ്ണി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തി കൈകാര്യം ചെയ്തിരുന്നത് ഏതു പേരിലാണ്? കുട്ടേട്ടൻ. ചോദ്യം നമ്പർ 23, KG ശങ്കരപ്പിള്ളയുടെ കവിതകൾ മാത്രം ഉൾപ്പെടുന്ന ഗണം? കഷണ്ടി, ബംഗാൾ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ. കഷണ്ടി, ബംഗാൾ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ. ചോദ്യം നമ്പർ 24, കിരാത ശോഭയാർന്ന നടരാജ നൃത്തം എന്ന് കടമ്മനിട്ട കവിതയെ വിശേഷിപ്പിച്ച നിരൂപകൻ? നരേന്ദ്രപ്രസാദ്. കിരാത ശോഭയാർന്ന നടരാജ നൃത്തം എന്ന് കടമ്മനിട്ട കവിതയെ വിശേഷിപ്പിച്ച നിരൂപകനാണ് നരേന്ദ്രപ്രസാദ്. ചോദ്യം നമ്പർ 25, ചേരുംപടി ചേർക്കുക. പട്ടിക 1, A കനം, B ഇടശ്ശേരിപ്പാലം, C മീൻകാരൻ, D പന്തു കായ്ക്കുന്ന കുന്ന്. പട്ടിക 2, 1 S ജോസഫ്, 2 മോഹനകൃഷ്ണൻ കാലടി, 3 റഫീഖ് അഹമ്മദ്, 4 PP രാമചന്ദ്രൻ, 5 P രാമൻ. ശരിയായ ഉത്തരം A 5, B 4, C 1, D 2. കനം P രാമൻ, ഇടശ്ശേരിപ്പാലം PP രാമചന്ദ്രൻ, മീൻകാരൻ S ജോസഫ്, പന്തു കായ്ക്കുന്ന കുന്ന് മോഹനകൃഷ്ണൻ കാലടി. കനം P രാമൻ, ഇടശ്ശേരിപ്പാലം PP രാമചന്ദ്രൻ, മീൻകാരൻ S ജോസഫ്, പന്തു കായ്ക്കുന്ന കുന്ന് മോഹനകൃഷ്ണൻ കാലടി. ചോദ്യം നമ്പർ 26, ഉത്തരാധുനികതയെ പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക നിയമമായി വിലയിരുത്തിയ ചിന്തകൻ? ഫ്രെഡറിക് ജെയിംസൺ. ഉത്തരാധുനികതയെ പിൽക്കാല മുതലാളിത്തത്തിന്റെ സാംസ്കാരിക നിയമമായി വിലയിരുത്തിയ ചിന്തകനാണ് ഫ്രെഡറിക് ജെയിംസൺ. ചോദ്യം നമ്പർ 27, ആധുനികാനന്തര കവിതയുടെ താൽപ്പര്യങ്ങൾ? A കലയുടെ സ്ഥാപനവൽക്കരണത്തെ നിരാകരിക്കുക, B ബഹുജന സംസ്കാരത്തെ അംഗീകരിക്കുക, C വൃത്തരഹിതമായ കവിതയെ പ്രോത്സാഹിപ്പിക്കുക. ശരിയായ ഉത്തരം Aയും Bയും ശരി. ആധുനികാനന്തര കവിതയുടെ താൽപ്പര്യങ്ങളാണ് കലയുടെ സ്ഥാപനവൽക്കരണത്തെ നിരാകരിക്കുക, ബഹുജന സംസ്കാരത്തെ അംഗീകരിക്കുക. ആധുനികാനന്തര കവിതയുടെ താൽപ്പര്യങ്ങൾ കലയുടെ സ്ഥാപനവൽക്കരണത്തെ നിരാകരിക്കുക, ബഹുജന സംസ്കാരത്തെ അംഗീകരിക്കുക. ചോദ്യം നമ്പർ 28, ശബ്ദങ്ങൾ നോവലാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണ് എന്ന് പറഞ്ഞത്? S ഗുപ്തൻ നായർ. ശബ്ദങ്ങൾ നോവലാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്
ഭഗവത്ഗീതയാണ് എന്ന് പറഞ്ഞത് എസ് ഗുപ്തൻ നായർ. ചോദ്യം നമ്പർ 29. ചേരുംപടി ചേർക്കുക. പട്ടിക 1. എ. കൊച്ചരേത്തി, ബി. ഒതപ്പ്, സി. ബർസ, ഡി. അന്ധകാരനഴി. പട്ടിക 2. 1. സാറാ ജോസഫ്, 2. ഇ. സന്തോഷ് കുമാർ, 3. ഇന്ദു മേനോൻ, 4. ഖദീജ മുംതാസ്, 5. നാരായൺ. ശരിയായ ഉത്തരം എ. 5, ബി. 1, സി. 4, ഡി. 2. കൊച്ചരേത്തി, നാരായൺ. കൊച്ചരേത്തി, നാരായൺ. ഒതപ്പ്, സാറാ ജോസഫ്. ബർസ, ഖദീജ മുംതാസ്. അന്ധകാരനഴി, ഇ. സന്തോഷ് കുമാർ. കൊച്ചരേത്തി, നാരായൺ. ഒതപ്പ്, സാറാ ജോസഫ്. ബർസ, ഖദീജ മുംതാസ്. അന്ധകാരനഴി, ഇ. സന്തോഷ് കുമാർ. ചോദ്യം നമ്പർ 30. ചേരുംപടി ചേർക്കുക. പട്ടിക 1. മൈമുന, വിമല, പഞ്ചമി, ചന്ദ്രിക. പട്ടിക 2. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ചെമ്മീൻ, മഞ്ഞ്, ഖസാക്കിൻ്റെ ഇതിഹാസം, സുന്ദരികളും സുന്ദരന്മാരും. ശരിയായ ഉത്തരം എ. 4, ബി. 3, സി. 2, ഡി. 1. എ. 4, ബി. 3, സി. 2, ഡി. 1. മൈമുന, ഖസാക്കിൻ്റെ ഇതിഹാസം. മൈമുന ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രമാണ്. വിമല, മഞ്ഞ്. പഞ്ചമി, ചെമ്മീൻ. ചന്ദ്രിക, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മൈമുന ഖസാക്കിൻ്റെ ഇതിഹാസം, വിമല മഞ്ഞ്, പഞ്ചമി ചെമ്മീൻ, ചന്ദ്രിക മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ചോദ്യം നമ്പർ 31. കാലക്രമത്തിൽ ശരിയായ ഗണമേത്? എ. ഇന്ദുമതി സ്വയംവരം, ബി. മാർത്താണ്ഡവർമ്മ, സി. സരസ്വതി വിജയം, ഡി. അക്ബർ. ശരിയായ കാലക്രമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ, ബി, സി, ഡി. അതായത് ഇന്ദുമതി സ്വയംവരം ഒന്നാമത്, രണ്ടാമത് വരുന്നത് മാർത്താണ്ഡവർമ്മ, മൂന്നാമത് വരുന്നത് സരസ്വതി വിജയം, നാലാമത് വരുന്നത് അക്ബർ.